ഹായ്, നമുക്ക് രാവിലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സും സ്പാറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എക്സാമൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ബോക്സിംഗ് ഹാള്. ഇവിടാണ് മിക്കപ്പോഴും ഇന്റർനാഷണൽ ബോക്സേഴ്സ് എല്ലാം ഇന്ത്യൻ ക്യാമ്പ് നടക്കുന്നതൊക്കെ ഇവിടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഡേ 52 ആണ്. രാവിലെ തന്നെ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 മണിയായി കഴിഞ്ഞപ്പോഴത്തേന്. പിന്നെ നേരെ റൂമിൽ ഒന്ന് കിടന്ന് ഉറക്കമായിരുന്നു. ഇതായിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മണിയായിട്ടുണ്ട്. ഇനി വേണം നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് സ്റ്റാർട്ട് ചെയ്ത് പുള്ളപ്സ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ആയിരുന്നു. പുഷപ്സും ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് ആണ്. സെക്കൻഡ് സെറ്റ് പുള്ളപ്സും നമ്മൾ ചെയ്തു. ദെൻ സെക്കൻഡ് സെറ്റ് പുഷപ്സ് ചെയ്തു. വർക്കൗട്ട്സ് നമ്മൾ ആൾട്ടർനേറ്റഡ് ആണ് ചെയ്യുന്നത്. ഒരെണ്ണം പുഷപ്സ് ആണെങ്കിൽ അടുത്ത പുള്ളപ്സ് ആണ്. കാരണം മസിൽസിന് ബ്രേക്ക് കൊടുക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തേർഡ് സെറ്റ് പുഷപ്സും നമ്മുടെ അടുത്ത സെറ്റ് ഫോർത്ത് സെറ്റ് പുള്ളപ്സും കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഷാഡോ ബോക്സിംഗ് ആയിരുന്നു. ഷാഡോ ബോക്സിംഗ് നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മുടെ എക്സാമിന് നമുക്ക് ഷാഡോ ബോക്സിംഗ് ഉണ്ടായിരുന്നു, പഞ്ചിങ് ബാഗ് ഉണ്ടായിരുന്നു, ദെൻ അത് കഴിഞ്ഞ് സ്പാറിങ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെയും ചെയ്ത് ടയേർഡായിരുന്നു. ദെൻ നമ്മുടെ ഷാഡോ ബോക്സിംഗ് കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് സെറ്റ് പുഷപ്സും ദെൻ ഫിഫ്ത്ത് സെറ്റ് പുള്ളപ്സും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. ലാസ്റ്റ് സെറ്റ് പുഷപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ റെസ്റ്റും നല്ല ഫുഡും കഴിക്കുക. ചില കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ ലേറ്റ് ആയെന്ന് വരും, എന്നാലും നിങ്ങളെ കൊണ്ട് അത് നല്ലപോലെ ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്, സ്റ്റേ ഫിറ്റ്. അടുത്ത നമ്മുടെ ബർപ്പീസ് ആയിരുന്നു. ബർപ്പീസ് നമ്മൾ 50 ചെയ്തു. എല്ലാം ഇപ്പോൾ ടെറസിന്റെ മേളിലാണ്. പകൽ സമയത്ത് ചെയ്യാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് ആണ്. ഇത് നമ്മളൊരു 5 മീറ്റർ ആണ് വൺ സൈഡ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ ഒരു 5 ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണ്. ശേഷം നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ചെയ്തു. ചാരി സപ്പോർട്ട് കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി. എല്ലാവരും സ്റ്റേ ഫിറ്റ്.